ബി മാജിക്കിന്റെ 2247 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇൻവൈറ്റ് ചെയ്യുന്നു. മെമ്മറി ബൂസ്റ്റിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ഹിപ്നോട്ടിക്സ് കൗൺസിലറും ആയിട്ടുള്ള പ്രീത സജിത് മാം ആണ്. വെൽക്കം മാം. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. അതെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണുന്നു. ഓക്കെ, നമ്മളിന്ന് ഒരു ചെറിയ രീതിയിൽ മെമ്മറി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് എന്താണ് എന്നാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ അഗെയിൻ ഗുഡ് മോർണിംഗ്. നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് മെമ്മറി എന്ന്. എന്താണ് മെമ്മറി? ഇനി ഐഡിയ? നമ്മുടെ ഓർമ്മകളല്ലേ? അതെ, നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ നിലനിർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെമ്മറി എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ഒരു മനുഷ്യൻ ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള കുറേ ഓർമ്മകൾ, അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡിൽ നമ്മൾ കുറേ മെമ്മറികളുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കും നമ്മളുടെ സമ്പാദ്യം. കാരണം നമ്മുടെ സ്വന്തമായിട്ടുള്ള സമ്പാദ്യം, അത് സന്തോഷമുള്ളതാവാം, ദുഃഖമുള്ളതാവാം. ആ ഓർമ്മകളാണ് ശരിക്കും നമ്മുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഒരു മനുഷ്യന് അതായത് ദരിദ്രനോ അല്ലെങ്കിൽ സമ്പന്ന ആരായിക്കോട്ടെ, പക്ഷെ ഏറ്റവും വലിയൊരു സമ്പാദ്യം ആ വ്യക്തിയുടെ അവനുള്ള നല്ല ഓർമ്മകൾ. കാരണം നല്ല ഓർമ്മകൾ വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് കുട്ടിക്കാലം തൊട്ട് ഉള്ള കാര്യം, 1-ാം ക്ലാസ് എന്ന് വിചാരിക്കുക, ഫസ്റ്റ് സ്കൂളിൽ പോയ ദിവസം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. കാരണം അന്ന് നമ്മൾ യൂസ് ചെയ്ത ബാഗ്, അന്ന് നമ്മൾ ഡ്രസ്സ്, നമ്മൾ എവിടെയാണ് ഇരുന്നത്, അന്നത്തെ ടീച്ചർ, ഇതെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ബാഗും ഡ്രസ്സൊന്നും ഓർമ്മയില്ല, പക്ഷെ അന്ന് പോയ വഴികളും അന്നത്തെ ടീച്ചറിനെയൊക്കെ എപ്പോഴും മനസ്സിലുണ്ട്. അതെല്ലാം മനസ്സിലുണ്ട്. കാരണം ഇത് നമ്മുടെ മൈൻഡിൽ, അതായത് അത്രയും ചെറുപ്പത്തിൽ, അതായത് നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്തെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലത്, എല്ലാം ഒന്നും ഓർക്കുന്നില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാം. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാ? ഇന്നലെ കഴിഞ്ഞത് ചിലപ്പോൾ ഓർമ്മ വരില്ല, കാരണം അത്രയും നമ്മൾ മനസ്സിലേക്ക് അതിനെ എടുക്കാത്തോണ്ടാവാം. അതെ, അവിടെ നമുക്ക് കുറെ ആവശ്യം. കാരണം നമ്മൾ ഓർമ്മ ശക്തി എന്ന് പറയുന്ന കാര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പലരും പറയില്ല, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ. അങ്ങനെ കുറുക്കു വഴികളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഇനിയിപ്പോൾ അതിനുള്ള ട്രിക്കുകളാണെങ്കിൽ തന്നെ മാത്രമേ നമ്മുടെ മെമ്മറി നമുക്ക് ബൂസ്റ്റായി മാറുള്ളൂ, അല്ലെങ്കിൽ മെമ്മറി നമുക്ക് കൂടുതൽ കാലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഉള്ള ഷാർപ്പ് മെമ്മറി, കാരണം നമുക്കറിയാം നമ്മളെ ഏജിങ് പ്രോസസ്സ്, ഇത് ഓരോ ദിവസം അല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡിൽ പോലും നമുക്ക് പ്രായമാകൽ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പൊ ഈ ഒരു കാര്യത്തിലൂടെ നമ്മുടെ മെമ്മറിയിലെ പ്രായമായതുകൊണ്ട് മെമ്മറി കുറഞ്ഞു, അതുകൊണ്ട് മെമ്മറി കുറഞ്ഞു എന്നല്ല. ശരിക്കും നമ്മളുടെ അന്ന്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തുള്ള ആ പ്രവർത്തനങ്ങളല്ല നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ നമുക്ക് സ്ട്രെസ്സുകൾ വന്നു, അങ്ങനെ പല കാര്യങ്ങളായി നമ്മുടെ ചിന്തകൾ മാറിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പല കാര്യങ്ങളും ഓർക്കാൻ പറ്റാതെ വന്നു. പിന്നെ നമുക്കറിയാം, ഇന്ന് ശരിക്കും നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളുടെ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടുക, ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈ സന്തോഷങ്ങളെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്തിരുന്നു. ഇപ്പൊ നാളെ ടൂറ് പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആ ടൂറിനെ കുറിച്ച് വല്ലാതെ
ഇമാജിനേഷൻ ആയിരുന്നു. കാരണം അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന്. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ ആ ടൂറെല്ലാം പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ലേ ശരിക്കും? സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടില്ലേ? ഉണ്ട് മാം. എല്ലാം അപ്പൊ അത് നമുക്ക് ആ സമയത്ത് ഒന്ന് ഓർത്ത് നോക്കൂ. കാരണം അന്നത്തെ ഓരോ കാര്യങ്ങളും ഓർമ്മയില്ലേ? ടൂർ പോയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് കാരണം ഇതാണ്, നമ്മളെ ഇമാജിനേഷൻ അന്ന് വളരെ കൂടുതൽ. ഉണ്ട്. ഇന്ന് നമ്മൾ ഒരു കാര്യം ഇമാജിൻ ചെയ്യുന്നത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? നമ്മുടെ സ്കൂളിൽ അന്നത്തെ കാര്യങ്ങൾ, നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഇമാജിനേഷൻ കൂടുതലായിരുന്നു. കാരണം നമ്മളത് ക്രിയേറ്റീവ് ആയിട്ടായിരുന്നു ചിന്തിക്കുക ഓരോ കാര്യങ്ങൾ. കാരണം അത് പിന്നീട് നമ്മൾ അന്ന് പോയ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥലയുടെ പേരറിയണ്ടാവില്ല, അതുപോലെ എവിടെയാണ് ആ സ്ഥലം എന്നൊന്നും അറിയണ്ടാവില്ല ചെറുപ്പത്തിൽ. പക്ഷെ നമുക്ക് ആ സ്ഥലങ്ങൾ അന്ന് കണ്ടതെല്ലാം നമ്മളുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. അതുപോലെ അന്ന് നടന്ന കാര്യങ്ങൾ, ചില കൂട്ടുകാരെ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇമാജിനേഷൻ നടത്തിയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇമാജിനേഷൻ നടത്തുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഈ ദൃശ്യവൽക്കരണത്തിന് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഏജില് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിലബസ് പ്രകാരം ഇമാജിനേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ? നമ്മളിപ്പം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നെന്ന് വിചാരിക്കുക. ആ കാര്യം നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യം നടന്നെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ഇമാജിൻ ചെയ്യാൻ സാധിക്കും നമുക്ക്. കാരണം ആ കാര്യം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കഥയായിട്ട് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യുക. എന്തെങ്കിലും അതായത് ഒരു കഥ രൂപത്തിൽ. ഇപ്പൊ പഠനത്തിന്റെ രീതിയിലാണെങ്കിലും ശരി, നമ്മൾ ഓർത്ത് വെക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒന്നെങ്കിൽ ഒരു കോഡിംഗ് സിസ്റ്റത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ടോ. ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ കണക്ട് ചെയ്ത്, ഞാൻ ഈ PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, പിന്നെ ഞാൻ മറക്കാത്തൊരു കാര്യം കേട്ടോ, നമ്മൾ ഈ മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്ക. അപ്പൊ ഞാൻ അവകാശം അമേരിക്ക, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്തിട്ട്. അപ്പൊ അത് ഇത്രയും നാളായിട്ട്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ്, പക്ഷെ ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എൻ്റെ മനസ്സിൽ സ്റ്റോർ ആയിരിക്കും. അപ്പൊ അതവിടെ ഒരു കണക്ഷൻ വന്നതുകൊണ്ടാണ്. പിന്നെ നമ്മളത് ഒരിക്കലും മറക്കുന്നില്ല. എത്ര ഏജ് ആയാലും നമ്മളത് മറക്കില്ല. കാരണം നമുക്കത് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളത് എന്ത് ചെയ്യില്ല? മറക്കില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലും ദൃശ്യവൽക്കരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു കാര്യം ഒരു മനസ്സിൽ ഒരു സാധാരണ ഒരു ആനയെ സങ്കല്പിക്കുക. ജസ്റ്റ് ഒന്ന് ഒരു ആനയെ സങ്കല്പിക്കൂ മനസ്സിൽ. സങ്കല്പിച്ചോ? ഇനി ആ ആനയ്ക്ക് ഓരോരോ കാര്യങ്ങൾ, കാരണം നെറ്റിപ്പട്ടം ഒന്ന് മൈൻഡിൽ, ആനേനെ എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുന്ന സ്വയം മനസ്സിലൊന്ന് ഭംഗിയാക്കി ചെയ്യും. നെറ്റിപ്പട്ടം, വെഞ്ചാമരം എല്ലാം കൊടുത്തിട്ട് ഭംഗിയാക്കിയോ? ഇനി നമുക്കതിനെ പൂരത്തിന് കൊണ്ടുപോയാലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറെ ആളുകളും ബഹളമൊക്കെ ഉള്ള വലിയൊരു പൂരം, തൃശ്ശൂർ പൂരം തന്നെ ഓർക്കാം. അവിടെ ആ ആന നിൽക്കുന്നതായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നമ്മളായിട്ട് ഒരു കാരണം അവിടെ പൂരം നടക്കുന്നില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇപ്പോൾ TV-യിലായിരിക്കാം ആ ഒരു ക്രൗഡിനെ കണ്ടിട്ടുണ്ടാവുക, TV-യിലായിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ആനയെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ആനേനെ ഒരുക്കി റെഡിയാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂരത്തിന്. കാരണം ഇതൊക്കെ നമ്മൾ മുന്നേ നമ്മുടെ കണ്ണും അല്ലെങ്കിൽ ചെവിയും ഉപയോഗിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ട് അതൊക്കെ പകർത്തി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ. അപ്പൊ ഇത് ശരിക്കും ദൃശ്യങ്ങളായിട്ടാണ് നമ്മുടെ മൈൻഡിലേക്ക് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ദൃശ്യത്തെ എടുത്ത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് കാര്യം മെമ്മറി നമ്മൾ ഓർത്തിരിക്കും. ഇപ്പൊ ഒരു കാര്യം ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ അത് എന്ത് ചെയ്യുക? നമ്മൾ ദൃശ്യങ്ങളായിട്ട് ഓർത്ത് വെക്കുക. ഓർക്കാത്ത പിന്നെ ഇപ്പൊ ഒരു ആളെ കണ്ടു പരിചയപ്പെട്ടു, അപ്പൊ ആ പേര് അപ്പോഴേ മറ്റെന്തെങ്കിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ മെമ്മറി നമ്മളത് മറക്കില്ല. കാരണം മറക്കുന്നതാണല്ലോ പ്രശ്നം. ഞാനൊരു സാധനം അവിടെ വെച്ചു, അത് മറന്നുപോയി. അപ്പൊ നമ്മൾ ആ സാധനം വെക്കുന്നത് നമ്മുടെ കണ്ണിനോ ചെവിക്കോ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ അത് വെക്കുമ്പോഴാണ്. കാരണം നമ്മൾ ഒരുപാട് പണിയുടെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ വെക്കുകയായിരിക്കും. അപ്പൊ നമ്മളത് ഓർക്കില്ല, കാരണം നമ്മുടെ ശ്രദ്ധ ആ മറ്റു ജോലികളിലായിരിക്കും.
പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു സാധനം അവിടെ വെക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനൊരു ശ്രദ്ധ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ചെവിക്ക് ഒരു ശ്രദ്ധ കൊടുത്തിട്ടാണ് നമ്മൾ ആ സാധനം വെച്ചതെങ്കിൽ നമ്മളത് ഓർക്കുകയും ചെയ്യും. പക്ഷെ അതിനു വേണ്ടി ഒരു ചില പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു ഗോൾഡ് ആണെന്ന് വിചാരിക്കാം, അത് നമ്മൾ കൊണ്ടുവെക്കുന്നത് എങ്ങനെയാ? ശ്രദ്ധിക്കില്ലേ? ജസ്റ്റ് വെറുതെ നമ്മൾ വെക്കില്ല. ചില സാധനങ്ങൾ നമ്മൾ വെറുതെ വെക്കും. പക്ഷെ നമുക്ക് മൂല്യമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? കുറച്ചും കൂടെ അലേർട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധയോട് കൂടിയാണ് നമ്മളത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കാരണം നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ കണ്ണിന് ഐക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. കാരണം മെമ്മറിക്ക് അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം കൊണ്ടുവയ്ക്കുന്നത് നമ്മൾ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ചെവിക്ക്, ഇപ്പൊ ശബ്ദമാണെങ്കിൽ നമ്മൾ ചെവിക്ക്, അതുപോലെ ഇപ്പം പേരൊക്കെ നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെവിയിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓർത്തെടുക്കാൻ സാധിക്കും. അതായത് അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കും. പേരാണെങ്കിലും നമ്മളുടെ ഒരു എന്തെങ്കിലും ആണെങ്കിലും, ഇപ്പൊ ചില ആളുകളുണ്ട് കണ്ണട മുഖത്ത് വെച്ച് മറന്നു പോകുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അത് നമ്മളെ ആ ഒരു ശ്രദ്ധയുടെ പ്രശ്നമാണ്. അത് നമ്മൾ ശ്രദ്ധ പോവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം 2ഉം 3ഉം കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതിൽ ഏതൊക്കെയോ നമ്മൾ വിട്ടുപോകുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് കാര്യമാണെങ്കിലും ശരി, നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ മറക്കില്ല. നമ്മൾ ഓർക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ചില ആളുകളുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ ആളുടെ പേരറിയില്ല. ചില ആളുടെ പേര് നമുക്ക് അറിയുണ്ടാവും, പക്ഷെ മുഖം ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു മൈൻഡിൽ, നമ്മുടെ കണ്ണിൽ കൊടുക്കേണ്ട ആ ഒരു ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വരില്ല. മെമ്മറിക്ക് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പലരും ഇങ്ങനെ ഓരോ എക്സസൈസ് ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ വെറുതെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അല്ലെ? കാരണം ഒരു വിരലിങ്ങനെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് ആന്നൊക്കെ പറയും. പക്ഷെ ബ്രെയിൻ ടെക്നിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യും. പക്ഷെ അതൊന്നും കുറഞ്ഞ നാളുകൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും മെമ്മറി ബൂസ്റ്റ് ആവില്ല. ദീർഘകാലങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി ബൂസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ റിപ്പീറ്റേഷൻ, കുട്ടികൾ പഠിക്കുമ്പോൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനും അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതായത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ഒന്ന് വായിക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വായിക്കണം, 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വായിക്കണം, പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വായിക്കണം. അങ്ങനെ നമ്മൾ കുറേ മെത്തേഡുകളാണ്. അപ്പം അത് നമ്മളെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്, നമ്മൾ ക്രിയേറ്റീവായി വെച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സങ്കടം നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ഓർക്കും. കാരണം നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. കാരണം അവിടെയാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുക. അത് പെട്ടെന്ന് പുറത്തേക്ക് നമ്മൾ ഓർത്തെടുക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ ശ്രദ്ധ കൊടുത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കും കാര്യങ്ങളും അതിൽ അത്രയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കൊടുത്ത് കണ്ണും ചെവിയും അയാൾ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധ കൊടുത്തോണ്ടാണ് പെട്ടെന്ന് അത് നമ്മൾ ഓർത്തെടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ ഇനി മുതൽ നമ്മുടെ കണ്ണുകൾക്ക് ശ്രദ്ധ ശീലിപ്പിക്കുക. കാരണം ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് നമ്മൾ അതിനൊന്ന് ഒബ്സർവ് ചെയ്യുക. അതേപോലെ ചെവി, ശബ്ദങ്ങൾ. ഇപ്പം നമ്മൾ ഫിലിമിലൊക്കെ കാണാറുണ്ട്, ഈ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ കുറ്റാന്വേഷണമൊക്കെ വരുന്ന സിനിമയിലൊക്കെ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് പല പോയിന്റുകൾ നോക്കിയിട്ട് അവർ ഇമാജിൻ ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കാറുണ്ട്. പല സിനിമകളിലും ഉണ്ട്. കാരണം പോലീസ് അതിങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഇമാജിൻ ചെയ്യുന്നത്. അപ്പം അത് ഒരു ഇമാജിനേഷൻ, അത് അവര് സിനിമയിൽ കാണിക്കുകയാണെങ്കിൽ കൂടി അങ്ങനെയുണ്ട്. കുറെ നമ്മൾ അന്വേഷണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇമാജിനേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ഇമാജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ. അപ്പം നീ എന്ത് കാര്യം എന്ത് ചെയ്യാം, ഇമാജിൻ ചെയ്യുക. ഇനി നമുക്കിത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാം നമ്മുടെ മെമ്മറി. നമ്മളെ കണ്ണിനെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിനൊരു കാര്യം കാണുമ്പോൾ ജസ്റ്റ് കണ്ണിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളൊരു
അത്ര നോക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവും. ഒരു ചെറിയ കാര്യമാണ്. ഇപ്പൊ എന്നെ നോക്കുമ്പോൾ, ഇനി എന്നെ കാണുമ്പോൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് നേരം എന്ത് ചെയ്യണം, എന്നെ ആ കണ്ണ് ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ശബ്ദം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ശബ്ദത്തെ എന്ത് ചെയ്യണം, അവിടെ സ്റ്റോർ ആവണം. പിന്നീട് അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിന് ഏതോ ഒരു ശബ്ദം ഇന്ന ആളുടെ എന്ന് പറഞ്ഞ് നമുക്കത് എടുത്ത് പുറത്തേക്ക് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അപ്പൊ ഈ ശ്രദ്ധ നമ്മൾ ഇനി മുതൽ ഇങ്ങനെ പരിശീലിച്ച് വരിക. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വ്യൂ കൊടുക്കുക. ഇനി നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഓർമ്മ നമുക്ക് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇപ്പൊ ഈവൻ എനിക്കാണെങ്കിൽ പോലും ഒരു കാര്യം ചില സമയത്ത് ഓർമ്മ കിട്ടില്ല. അപ്പൊ അത് ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കിടക്കില്ലേ, കിടക്കുമ്പോൾ അപ്പൊ തന്നെ ഒന്നും നമ്മൾ ഉറങ്ങില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉറങ്ങുക. അപ്പൊ ഒരു 10 മിനിറ്റ് കിടന്ന ഉടനെ ഉറങ്ങും. നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറി, കാരണം അന്ന് എണീറ്റ് അപ്പം തൊട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ കാര്യങ്ങളൊന്നും മറക്കില്ല. അന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാകും, കുറെ ചെയ്യാനുള്ള കാര്യങ്ങൾ നാളത്തേക്ക് ചെയ്യാനുള്ള എടുത്തു വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇമാജിൻ പോലെ ഡെയിലി നമ്മൾ അന്നത്തെ ഡേ നമ്മൾ ഓർത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി, അതായത് ആ ദിവസത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോവില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അതായത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു ഓർക്കുക, നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചിന്തിച്ചത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ഇമാജിനേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീറ്റ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, തലേ ദിവസത്തെ കാര്യങ്ങൾ എന്തെങ്കിലും രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഓർക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഷാർപ്പായിട്ട് ഓർത്തിരിക്കും. അപ്പൊ അങ്ങനെ ഡെയിലി ചെയ്യാം. അതായത് ഒരു ദിവസം ചെയ്തതുകൊണ്ടോ 2 ദിവസം ചെയ്തതുകൊണ്ടോ ഇതൊന്നും വർക്ക് ആവില്ല. നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, ഇത് ഫോളോ ചെയ്ത് പോകണം. കാരണം മെമ്മറിക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ 2 ദിവസമോ 3 ദിവസമോ ചെയ്തതുകൊണ്ട് ഒരിക്കലും മെമ്മറി ഡെവലപ്പ് ആവില്ല. അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിലൂടെ മാത്രമേ മെമ്മറിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ കുട്ടിക്കാലത്ത് നടന്ന ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ടീച്ചേഴ്സിനെയാവും, അന്ന് നമ്മുടെ ക്ലാസ് അങ്ങനെയായിരിക്കും, നമ്മൾ പറയും ഞാനൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ നമ്മൾ മക്കളോട് പറയും. പക്ഷെ അന്നത്തെ കാര്യം നമുക്കും കംപ്ലീറ്റ് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അന്ന് കളിച്ച അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കളിക്കുന്നത്, ഏതൊക്കെ കൂട്ടുകാരാണ് നമ്മുടെ കൂടെ കളിക്കാനുണ്ട്, എന്തൊക്കെ കളികൾ, ഇതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓർത്തെടുത്ത് ആ ഇമാജിനേഷൻ അന്ന് കണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി പ്രാക്ടിക്കലായി. അപ്പൊ നമ്മൾ എത്ര ഏജിൽ പോവുകയാണെങ്കിലും നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ സാധിക്കും. കാരണം എത്ര ഏജ് കൂടിയാലും നമ്മളുടെ മെമ്മറി ഡെയിലി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മെമ്മറി വല്ലാതെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്ന കാര്യത്തിന്റെ കൂടെ ഇങ്ങനെ പോവുക ചെയ്യുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നില്ല, കുട്ടികളെ പോലെ മനഃപ്പാഠം പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പൊ TV കാണാൻ നമ്മളത് ഒന്നും ഓർക്കുന്നില്ല, എല്ലാം ഒരു ഫ്രെയിം പോലെ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു മുതിർന്നു കഴിയുമ്പോൾ നമ്മളിതൊന്നും ജസ്റ്റ് കേൾക്കുന്നു, ജസ്റ്റ് കാണുന്നു എന്നല്ലാതെ ഇതിനെയൊന്നും നമ്മൾ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മെമ്മറി കുറവ് എന്ന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മുതൽ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും, മാക്സിമം ബൂസ്റ്റ് ആവും. അത് ഒരു ദിവസം കൊണ്ട് കാണില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസമോ അല്ലെങ്കിൽ 21 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ആയ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കും, അല്ലെങ്കിൽ എവിടെയാ പോയിട്ടുള്ളത് നോക്കും. ചില പോയിന്റുകൾ, ഇന്ന സ്ഥലം, ഇന്ന ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മൈൻഡിൽ വരിക. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും ഇമാജിൻ ചെയ്യാൻ, നമ്മൾ പോയ വഴികൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഒന്നും കൂടെ ഇമാജിൻ ചെയ്യും. അപ്പോൾ അതവിടെ സ്റ്റോർ ആയിരിക്കും. പിന്നീട് നമ്മൾ ആ ഒരു ഡേറ്റ് പറയുമ്പോൾ ആ ഡേറ്റിൽ ഇന്നതായിരുന്നു എന്ന് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇനി എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ
ഓർത്തെടുക്കാം. അതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. ഞാൻ എവിടെയാ വെച്ചത്, ആ സാധനം അതുവരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ അത് ഞാൻ എവിടെ വെച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഇമാജിൻ ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും. കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ അത് സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഡെയിലി പ്രാക്ടീസിലൂടെ അത് പുറത്തേക്ക് വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു മെമ്മറിയെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. എത്ര പ്രായമായാലും നമ്മൾ ഷാർപ്പ് മെമ്മറി ഉള്ള ആളായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രായമായി എനിക്ക് ഓർമ്മ പോയി അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പറയാനുള്ളൊരു അവസരം ഉണ്ടാവരുത്. നമ്മൾ എന്നും ഷാർപ്പായിട്ട് നല്ല മെമ്മറിയോട് കൂടി തന്നെ ജീവിക്കുക. അപ്പം ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്നും ഉറങ്ങുമ്പോൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഇമാജിൻ ചെയ്ത് ഒരു സ്ക്രീൻ പോലെ നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യവും മറന്നു പോകാതെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ നമ്മൾ മറക്കണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വസ്തുവായിട്ട് കണക്ട് ചെയ്ത്, നമ്മൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വസ്തുവായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മെമ്മറി ഷോർട്ടേജ് നമുക്ക് വരില്ല, എല്ലാം നമുക്ക് സ്റ്റോർ ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. 6:10 സമയം കൂടിപ്പോയോ? ഓക്കെ, ഇല്ല. നമുക്കിപ്പോ താങ്ക് യു ഇത്രയും നേരം കോപ്പറേറ്റ് ചെയ്തതിന്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി വാല്യുബിൾ സെഷൻ. ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ദിവസവും ഞാൻ മറന്നു പോകും. കാരണം കിടക്കാൻ നേരം ഇതൊക്കെ ഓർമ്മിക്കാൻ നിന്നാൽ പിന്നെ ഉറക്കം അങ്ങ് ദൂരെ പോകും. ചിലപ്പോൾ വിഷമം പിടിച്ച കാര്യങ്ങളായിരിക്കും മനസ്സിനെ ഇങ്ങനെ കൊത്തി കൊത്തി വരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഡയറിയിൽ നേരത്തെ എഴുതി വെച്ചിട്ട് അതിന് എന്തൊക്കെ സൊല്യൂഷൻ ഉള്ളത് അതും കൂടി കണ്ടുപിടിച്ചിട്ടായിരിക്കും മിക്കവാറും ഞാൻ കിടക്കാൻ നിൽക്കുന്നത്. ആ സമയം പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാൻ പോകുന്നത്. പക്ഷെ മാം പറഞ്ഞ പല ടിപ്പുകളും കൊള്ളാം. എനിക്ക് ഏറ്റവും ഉള്ളത് മറവിയ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് ആ കാര്യമേ മറന്നു പോകും. പിന്നെ വീട് മൊത്തം അരിച്ചു പറക്കേണ്ടി വരും. അതെനിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കാരണം വേറെയുള്ള വല്ല ചിന്തകളിലും ഒക്കെ ആയിരിക്കും കഴുത്തി കിടക്കുന്ന മാലയോ വളയോ ഒക്കെ എവിടെയെങ്കിലും ഊരിക്കൊണ്ടിടും. പക്ഷെ ഇപ്പം മാം പറഞ്ഞപ്പോൾ ഇനി കുറച്ചുകൂടി ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ വളരെ നല്ല ക്ലാസ്. സമയം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഡം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. മറന്നു പോകും, പല കാര്യങ്ങളും മറന്നു പോകും. തുടക്കം കറിക്ക് ഉപ്പിടാൻ മുതലുള്ള കാര്യങ്ങളാണ് മറന്നു പോകുന്നത്. പിന്നെ ഒരു സാധനം കൊണ്ടുവച്ചാൽ നമ്മുടെ മുമ്പേ ഇരുന്നാൽ പോലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല. കൊണ്ടുവച്ച സാധനം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പല ആളുകളെയും പക്ഷെ ചെറുതിലേ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഇടക്കാലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം സംഭവം മറന്നുപോകും. അപ്പൊ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതേ ടെക്നിക്കാണ്. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റീകളക്ട് ചെയ്യുക എന്നിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷെ 1-2 ദിവസമൊക്കെ ചെയ്തു വരും. പക്ഷെ എന്നാലും കിട്ടാറില്ല. രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ പലപ്പോഴും കിട്ടാറില്ല. പക്ഷെ എന്റെ 83 വയസ്സായ അമ്മയ്ക്കാണെങ്കിൽ നല്ല മെമ്മറിയുണ്ട്. അമ്മ പല കാര്യങ്ങളും പറയണ കേൾക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മാഡം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ ആരെങ്കിലും ഒരുപാട് വേദനിപ്പിച്ച, ഒരുപാട് സങ്കടപ്പെടുത്തി, അത് നമ്മൾ ഒരിക്കലും മറക്കൂല. അത് എന്നും നമുക്കിങ്ങനെ ഒരു ദിവസവും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ കാര്യങ്ങൾ. അത് നമുക്ക് മറക്കേയില്ല. പക്ഷെ നമ്മളേതായ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പറയും പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, അടുക്കളയിൽ നിന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പലതിനും പല കാര്യങ്ങളും മറന്നു പോകും. ഇപ്പോ കൊണ്ടുവച്ച സാധനം എവിടെയാണെന്നുള്ളത് ഓർത്ത് എവിടെയൊക്കെ തപ്പിയിരുന്നാലും ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ആ സാധനം നമ്മളെ മുമ്പ് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ കാണൂല. അത് മാഡം പറയും പോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ കണ്ണുകൊണ്ട് ചെവി കൊടുക്കാത്തത് കൊണ്ടോ കണ്ണു കൊടുക്കാത്തത് കൊണ്ടോ ആകാം പല കാര്യങ്ങളും. പിന്നെ അത് ഈ ഇടക്കാലങ്ങളിലുള്ള കാര്യങ്ങളാണ് പലതും പറയുന്നത്. അത് സ്ട്രെസ് കൊണ്ടാവാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന അമിതമായ സ്ട്രെസ് ആവണം പല കാര്യങ്ങളും നമ്മൾ മറന്നു പോണതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഡോക്ടർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ മറന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ്, ആദ്യം ഇത് ചെയ്ത് നോക്കൂ. ഇത് ചെയ്തിട്ട് നമുക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് അതുകൂടെ
ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മറവിയാണ് മാഡം. സാധാരണ രീതിയിലല്ല, നല്ല മറവിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഈ ക്ലാസ്സിനകത്ത് കയറിയ സ്ട്രെസ് കുറച്ച് കുറവുണ്ട്. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ വലുതായിട്ട് കെയർ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാറുണ്ട്. അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ മറന്നു. അപ്പൊ ഇന്നത്തെ ഈ പറഞ്ഞ കാര്യം ഡോക്ടറും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ ചെയ്യാൻ എല്ലാ ദിവസവും ആവുമ്പോഴത്തേ ആ സമയമാകുമ്പോൾ മറന്നു പോകാറുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇനി അത് കണ്ടിന്യൂസ് സ്ഥിരമായി ഒരു ചെയ്ത 21 ദിവസം ചെയ്യാൻ ശ്രമിക്കുക. 21 ദിവസം ചെയ്ത് ചെയ്താൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൊട്ടീൻ ആവും. അത് ഓർമ്മ കിട്ടും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും മാഡം അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു തന്നത് നന്നായി. താങ്ക് യു. നല്ല ക്ലാസ് ആയി. ഓക്കെ, താങ്ക് യു. മോർണിംഗ് മാം. വളരെ നല്ലൊരു ക്ലാസ്, ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ലൊരു ക്ലാസ് തന്നെയാണ്. കാര്യം ഞാനിപ്പോ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ പല പേഷ്യൻസും വരുന്ന സമയത്ത് ഡോക്ടർ പിന്നീട് അത് ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വരാറില്ല. ചിലപ്പോൾ മാം പറഞ്ഞ പോലെ പേര് ഓർമ്മ ഉണ്ടാവും, ആളുടെ മുഖം ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ മുഖം ഓർമ്മ ഉണ്ടാവും, അവർ പേരെന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയും, സിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ പറയും. പക്ഷെ പേഷ്യന്റ് വരുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ഒരു ഓർമ്മ. പക്ഷെ ആദ്യമൊക്കെ നല്ല ഓർമ്മയായിരുന്നു, എന്താണ് ഇപ്പൊ ഇതിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ഇപ്പൊ 46 ഏജ് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കും പ്രായത്തിന്റെ ആയിരിക്കും ഇങ്ങനെ വിചാരിക്കും. പിന്നെ ഇപ്പൊ മാം പറഞ്ഞത് ശരിക്കും കണക്ട് ചെയ്യണം. നമുക്ക് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ശരിക്കും ഓർമ്മ ഉണ്ട്. അന്ന് പറഞ്ഞ പോലെ ഇത്രയധികം സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് ചിന്തിക്കാനില്ല. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ പാരന്റ്സ് ആണ് നമുക്കെല്ലാം ചെയ്തു തന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുട്ടികളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ ആകെ എന്താന്ന് പറയണ്ട, അത്രയും സ്ട്രെസ്സുകളാണ് വരുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. എന്നാലും നമുക്ക് അത് ചില സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ മാം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാനിപ്പോ ഇന്ന് എടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ അതായത് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ മൈൻഡിലേക്ക് എടുക്കും. ഇപ്പൊ മാം പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് വിഷമിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ അവർ ഉള്ളിൽ തട്ടിയിട്ട് ആയിരിക്കില്ലേ പറയണ്ടാവുക. പക്ഷെ അവര് പറഞ്ഞ വാക്കുകൾ നമുക്ക് എത്രത്തോളം ഹാർട്ട് ചെയ്യുന്നു എന്നുള്ളത്, നമ്മളത് അത്രയധികം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് എന്നുള്ളത് മാം ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാജിക് മോർണിംഗ് ഗീത മാം, വളരെ നല്ല ഗുഡ് ക്ലാസ് മോർണിംഗ്. ആയിരുന്നു. നല്ല ഒരു ക്ലാസ്സാണ്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നമ്മൾ പലപ്പോഴും ഈ ശ്രദ്ധ കുറവിനെ കൊണ്ട് ചില മറവികളൊക്കെ പറ്റാറുണ്ട്. ചിലപ്പോൾ പേഴ്സ് എടുക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ മറക്കുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ സാധനം വാങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം വിട്ടുപോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ കാലിന്റെ വേദന മറന്നു, അല്ലെങ്കിൽ തലയിലെ വേദന മറന്നു, പറയാൻ വിട്ടുപോകും ചില കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം വരുന്നത് നമുക്കുള്ള ഈ ശ്രദ്ധക്കുറവെന്ന് കൊണ്ടാണ് എന്ന് ക്ലാസ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലാവുമ്പോൾ നമുക്ക് എല്ലാം കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവും, മൾട്ടി ടാസ്കിങ് ഉണ്ടാവില്ല, ഒരു ഉത്സവമൊക്കെ ഉണ്ടാവും. മാം പറഞ്ഞ പോലെ നമ്മൾ ടൂർ പോകുമ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഒരു ഉത്സാഹവും എനർജിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയുണ്ടാവും. അപ്പൊ ഇമാജിനേഷന്റെ ആ ഒരു ഇതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റും. നമ്മൾ അന്നത്തെ സഹപാഠികളും മാഷുമാരും അന്നത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ നെഗറ്റീവായിട്ട് വരുന്നത് കാര്യങ്ങൾ കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. അപ്പൊ അത് പെട്ടെന്ന് വരും. അപ്പൊ മെമ്മറി എങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണെന്ന് പ്രത്യേകം പറഞ്ഞത്. അതിന് വളരെ നന്ദിയുണ്ട്. രാവിലെ അതിൽ ശരിയായി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. അത് ഡെയിലി ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും, നമ്മളെ മെമ്മറി ബൂസ്റ്റ് ചെയ്ത് കിട്ടും. പലപ്പോഴും അത് ഒരു അനുഗ്രഹമായിട്ട് മാറും. നമ്മളെ പല വിഷമത്തിൽ നിന്നും അത് രക്ഷിക്കുന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാജിക് മോർണിംഗ്. അത്
ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മള് ഇടയ്ക്കിടയ്ക്ക് മറ്റേ സംഭവിക്കാറുണ്ട്, നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞാലൊക്കെ മറന്നു പോകുന്നു. പക്ഷെ ഞാനത് ഇപ്പം മാഡം പറഞ്ഞതില് മൊബൈലിന്റെ കാര്യം, പേഴ്സിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പോകുമ്പോൾ തന്നെ ആ ഫസ്റ്റ് അത് 3-4 തവണ അങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ട് അത് നഷ്ടപ്പെടാൻ സാധ്യത കുറവായിട്ടുണ്ട്. അത് ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ കൂടുതൽ അതിൽ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ ഇടയ്ക്ക് ഓർമ്മയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, സാധനം പോവാതെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓർത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെമ്മറിയിൽ ഇരിക്കും. നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ചെയ്യാറില്ല. പെട്ടെന്ന് അത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്കത് അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ടുണ്ട് ക്ലാസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് അതിൽ ജീവിക്കുന്നു. എന്നിട്ട് എന്നെ എല്ലാവരും ഈ ഒരു പഴയ ജീവിയാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. പക്ഷെ അതൊരു സുഖാണത്. ഓർമ്മകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പൊ നടന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? 2 അടി നടന്നാൽ മതി. ഈ ഫ്രിഡ്ജിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേന് ആ കാര്യം മറക്കും. വീണ്ടും ഫ്രിഡ്ജ് അടച്ച് അടുക്കളയിൽ പോയി എന്താണ് അടുപ്പിൽ എന്താണെന്ന് ആലോചിച്ചാൽ നോക്കിയാലാണ് പിന്നെ മനസ്സിലാവും അതിനാണ് അവിടെ പോയത്. ഒരു സെക്കൻഡ് ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേനത് മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ശരിക്കും ഒരു കാറ്റടിച്ചാൽ, ഒരു തരം ക്ലൈമറ്റിന്റെ കാറ്റടിച്ചാൽ എനിക്ക് ആ പഴയ പല കാര്യങ്ങളും ഓർമ്മ വരും. അതേപോലെ ഓരോ ഫ്രാഗ്രൻസ്, നല്ല മണങ്ങൾ വരുമ്പോ അത് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ മണം, അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ ഈ പ്രായമായതിന്റെ ആയിരിക്കും ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എവിടെയെങ്കിലും വെച്ചാൽ അത് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ എനിക്ക് തോന്നാറുണ്ട് ചിലവര് കെയർലെസ് കൊണ്ട് മറവിയായിട്ട് മാറിയവരുണ്ട്. ഇപ്പൊ ഒരു ലൈറ്റ് ഇട്ടാൽ ആവശ്യമില്ലെങ്കിൽ അത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഓഫ് ആക്കാം. പക്ഷെ അത് കെയർലെസ് ആക്കി വിടും. പിന്നെ അത് അവർ പറയുമോ ഞാനത് മറന്നു. പിന്നെ അവരെന്നെ അതൊരു മറവി രോഗം പോലെ പറയുന്നത്. അതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച നമ്മളെ ഈ മറവിയൊക്കെ നമുക്ക് കുറച്ച് പ്രായമാകും തോറും നമ്മൾ അങ്ങനെ കുറച്ചിങ്ങനെ ആലോചിച്ചിരുന്ന കുറച്ചൊക്കെ ഒരു ഇത് കിട്ടും തോന്നുന്നു. നല്ലൊരു ക്ലാസ്, കുറെ അറിവുകൾ പകർന്നു കിട്ടി. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് ലൈഫിൽ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മാം പറഞ്ഞു തന്നത്. മെമ്മറി എന്ന് പറയുന്നത് അതിലെ ടിപ്സുകളും നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം ഒന്ന് പറഞ്ഞു തന്നു. അത് നമ്മളെല്ലാവരും ലൈഫിൽ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു എവ്രി വൺ. സീ യു ടുമോറോ. താങ്ക് യു. Thank you, Prida ma'am. Thank you all. Thank you. Thank you all.